നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം അനൗൺസ് ചെയ്തു. ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷൻ, അതായത് ഡിസംബർ 2024 എക്സാമിനേഷൻ്റെ ഡേറ്റ് ടൈം ടേബിൾ ഡിക്ലെയർ ചെയ്തു. എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 8 ദിവസം. ഡിസംബർ 17 അത് എൻഡ് ചെയ്യും. ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്ക് ശേഷവും ഫൈനലിൻ്റെ എക്സാമിനേഷൻ രാവിലെയാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, എക്സാം ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ എക്സാം ഫീസ് അടച്ചിട്ട് അപ്ലൈ ചെയ്യണ്ടേ, ആ ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 10. ഇതിൽ റെഡ് കളറിൽ കണ്ടോ, റെഡ് കളറിൽ അവർ ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് ഒക്ടോബർ 10. അപ്പോൾ ഒക്ടോബർ 10 മുന്നേ എക്സാം എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, അതായത് എക്സാം ഫീസ് പേ ചെയ്യണം. എക്സാം ഫീസ് വരുന്നത് ഇന്റർമീഡിയറ്റിന് ഒരു ഗ്രൂപ്പ് എക്സാം എഴുതുകയാണെങ്കിൽ 1500 രൂപയും, 2 ഗ്രൂപ്പാണ് എക്സാം എഴുതുന്നെങ്കിൽ 2800 രൂപയാണ്. ഓക്കെ, 1500 രൂപയും 2800 രൂപയും. പണ്ടത്തെ പോലെയല്ല, പണ്ട് 1200 രൂപയായിരുന്നു ഒരു ഗ്രൂപ്പിന്, 2 ഗ്രൂപ്പാണെങ്കിൽ 2400 ആയിരുന്നു. അപ്പോൾ എക്സാം ഫീസിന് ചെറിയൊരു ഇൻക്രീസ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന് 1500ഉം, സെക്കൻഡ് ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 2800 രൂപയാണ് ഇന്റർമീഡിയറ്റിന്. ഫൈനലിന് ഫസ്റ്റ് ഗ്രൂപ്പിന് 1800ഉം, 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 3200 രൂപയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതെന്ന് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ നാളെയോ മറ്റന്നാളോ അതിൻ്റെ വീഡിയോ ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം ഓഫ്ലൈൻ മോഡിലായിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഓൺലൈനായിട്ടായിരിക്കും നമ്മളിത് പേ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഈ ഓവർസീസ് എക്സാം എഴുതുന്ന ആൾക്കാർ, ഇന്ത്യക്ക് പുറത്ത് എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർ DD അയച്ചിട്ട് വേണം, ഫോം ഫില്ല് ചെയ്യണം. DD അയച്ചിട്ട് വേണം ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. അത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ തൊട്ട് താഴെ 7th പോയിന്റിൽ നിങ്ങളുടെ എക്സാം സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തോളാം. നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സെന്റർ ഏതാണോ ആ സെന്റർ ചെക്ക് ചെയ്തോളാം. പണ്ട് കഴിഞ്ഞ എക്സാമിനേഷൻ നടന്ന എല്ലാ സെന്റേഴ്സും ഉണ്ടെന്നാണ് തോന്നുന്നു. പുതിയ സെന്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോ. അത് മാത്രമല്ല, എക്സാമിന്റെ റിസൾട്ട് ഈ ഡിസംബർ എക്സാമിനേഷൻ 11 തീയതി നടക്കും. അതിന്റെ റിസൾട്ട് ഫെബ്രുവരി 21 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫെബ്രുവരി 21 തന്നെ വരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളാം. എക്സാം രജിസ്റ്റർ ചെയ്യാൻ ആരും മറക്കരുത്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 10. ഓക്കെ, ബൈ.